കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷമുണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ കിട്ടി. ചേർപ്പ് CI KO പ്രദീപിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ CIക്ക് വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിലും അതിന് പിന്നാലെ ഉണ്ടായ തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണം തുടക്കം മുതലേ ഉള്ളതാണ്. അതിൽ SFI ഒരു പരാതി നൽകിയിരുന്നു. അത് KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിടാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടായി എന്നുള്ളതാണ്. ആ സംഭവത്തിലെല്ലാമാണ് ഇപ്പോൾ ഒരു നടപടി സേനയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ചേർപ്പ് CI KA പ്രദീപനെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ആംബുലൻസിൽ കയറ്റിവിട്ടതും ഒപ്പം സംഘർഷം തടയുന്നതിലുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് സസ്പെൻഷന് കാരണമായി പോലീസ് പറയുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ സേനയ്ക്കുള്ളിൽ തന്നെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. അത് ഈ സംഘർഷമുണ്ടായ സ്ഥലം മാളയിലാണ്. മാള പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ളതാണ്. അതിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയും മാള CIക്കാണ്. പക്ഷേ മാള CI സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് അവിടെ അധിക ഡ്യൂട്ടിക്കായി എത്തിയ ചേർപ്പ് CIക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. വളരെ അവിടുത്തെ ഭരണകക്ഷിയുടെയൊക്കെ വളരെ അടുത്ത ആളാണ് മാള CI എന്ന ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു സ്ഥലമാറ്റം പോലും ഇല്ലാതെ മാളയിൽ തന്നെ തുടരുന്ന ആളാണ് മാള CI എന്ന ആരോപണങ്ങളുമെല്ലാം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകുമോ, മാളയിലെ പോലീസുകാർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ സംഘർഷം ഒപ്പം ആംബുലൻസിൽ KSUക്കാരെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സസ്പെൻഷന്റെ കാരണമായി ഉയർത്തിക്കാട്ടുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.